പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്നത്തെ ഈ വചനം അയക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്ത്. അത് നമ്മൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് ദിവസം സ്വർഗത്തിൽ നിന്ന് അയക്കുന്നതായിട്ട് നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ വചനം അയക്കുമ്പോൾ ഓരോ ഭവനത്തിലും പരിശുദ്ധ പ്രാവ് കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നു വെച്ചാൽ അവൻ അധികമായ അനുഗ്രഹങ്ങൾ കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് ഒട്ടുമുക്കാലും ഭാരങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ക്രമേണ അവനിലേക്ക് വളർത്തി കർത്താവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവ് മരിച്ചു, അതായത് നമ്മുടെ രക്ഷകനായി വന്ന യേശു ക്രിസ്തു മരിച്ചു, ക്രൂശിന്മേൽ മരണം ഏറ്റെടുത്തു, കബറടക്കി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട്, അതായത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ഈസ്റ്റർ എന്ന് നമ്മൾ പറയുമ്പം, ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം തൊട്ട് 40 ദിവസം യേശു ക്രിസ്തു ഭൂമിയിൽ തന്നെ തൻ്റെ ശിഷ്യന്മാർക്കും പലർക്കുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് വ്യക്തമായ ഇൻസ്ട്രക്ഷൻ, അതായത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരപ്പൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ, അല്ലെ മൂത്ത സഹോദരൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. വളരെ സ്വർഗത്തിലെ പ്ലാനുകൾ അതുപോലെ വരച്ച് കാണിച്ച് ഒട്ടും സംശയം നമുക്കുണ്ടാകാത്ത വിധത്തിൽ ദൈവം വ്യക്തമായിട്ടും ചെയ്തത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? നമുക്കത് പ്രയോജനമാക്കി എൻ്റെ പരിശുദ്ധാത്മാവിന്, പരിശുദ്ധ പ്രാവ്, ആത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധ പ്രാവിനെയായിട്ട് നമ്മൾ കാണുന്നത്. ആത്മാവിന് രൂപമില്ല, ആത്മാവിന് ശരീരമില്ല, പക്ഷേ ആത്മാവ് ഏത് രൂപത്തിലും വരും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പം പ്രാവിൻ്റെ രൂപത്തിൽ വരും. ചിലപ്പം മഴയായിട്ട്, ചിലപ്പം കാറ്റായിട്ട്, ചിലപ്പം തീയായിട്ട്, കൊടുങ്കാറ്റ്, ഇതൊക്കെ വരും. പക്ഷേ കൂടുതൽ നമ്മൾ പ്രാവായിട്ടാണ് ചിന്തിക്കുന്നത്. അത് നോഹയുടെ കാലത്ത് വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവ് ഒലിവിൻ്റെ ഒരു തണ്ട് എൻ്റെ ചുണ്ടിൽ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സിമ്പലാണ് നമ്മൾ പലതും ഇടുന്നത്, ഒരു സമാധാനത്തിൻ്റെ. പരിശുദ്ധാത്മാവ് വരും നമുക്ക് ജീവിതത്തിൽ നേർവഴി കാണിക്കാനും തൻ്റെ രക്ഷയിൽ പ്രാപിച്ചിട്ട് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുകയും സ്വർഗത്തിൽ ചെല്ലാനുമായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ചില ഭാഗങ്ങൾ ഇൻസ്ട്രക്ഷൻ തരും, നമുക്ക് നോക്കാം. അതിൽ കുറച്ച് ഭാഗം വായിക്കുകയാണ്. 24 ഏകദേശം 36 തൊട്ട്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് അവൻ തൻ്റെ വന്നു എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനും മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാൺകെ തിന്നു. ഇത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൂക്കോസിൻ്റെ സുവിശേഷം, ഈ ലൂക്കോസ് തന്നെയാണ് അപ്പസ്തോല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് ഒരു 12 ശിഷ്യന്മാരിൽ ഒരാളല്ല, ഒരു ഡോക്ടറാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് ക്രിസ്തു എന്താ ചെയ്തതെന്ന് പഠിച്ച് ക്രോണോളജിക്കലി ഭംഗിയായിട്ട് ദൈവം പറഞ്ഞത് മനസ്സിലാക്കി ആത്മാവിൽ എഴുതിയതാണ്. എവ്രി വേർഡ് ഈസ് ബ്രത്ത് ബൈ ഗോഡ്. അപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയാണ്. അപ്പം ലൂക്കോസ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ, ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാം, ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ടും പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. കൂടെ മറ്റ് ശിഷ്യന്മാരും പോകുന്നു. ഇത് 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എമ്മൗസിലേക്ക് 2 പേര് പോകുന്നതായിട്ട്. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, അവരുടെ പേരെഴുതിയിട്ടില്ല, എന്നാൽ നമുക്ക് നിഗമനം എടുക്കാം. അവർ പോകുന്നതായിട്ട് കാണുന്നു. പോകുന്നുടനെ ഇവർ യേശുവിൻ്റെ കാര്യം സംസാരിച്ച് പോകുമ്പോൾ യേശു ഇവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്.
അന്യോന്യം ഇവർ 3 പേരും പറയുമ്പോൾ കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, നീ ഒരുവൻ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിശേഷം അറിയാതിരുന്നത്, ഞങ്ങൾ രക്ഷിതാവെന്ന് വിചാരിച്ച കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം കർത്താവ് കൂടെ പോകും. എന്നാൽ സന്ധ്യയായപ്പോൾ കർത്താവ് ഒരല്പം മുൻപോട്ട് നടക്കാൻ ഭാവിച്ചുവെങ്കിൽ ഇവർ പറഞ്ഞ് നിൽക്കേ എന്ന് പറഞ്ഞു. എന്നാൽ ഒരിക്കലും കർത്താവ് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ യേശു നിന്നിട്ട് അവരുടെ കൂടെ നിന്ന് അപ്പം കണ്ണിക്കുകയും കർത്താവ് ആരെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ. യേശു തൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഏതൊരു പ്രയാസത്തിൽ നിൽക്കുന്നവരോടും ദൈവാത്മാ പറയണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കാണാൻ, അതായത് എന്നെ ഒന്ന് കാണാൻ നിൻ്റെ കണ്ണ് തുറന്നാൽ, അകത്തെ കണ്ണാണിത്, തുറന്നാൽ നീ രക്ഷപ്പെട്ടു. ഇതിനു വേണ്ടി വേണ്ടാത്ത ഒരു ചിന്തയും വരണ്ട. ഏതു പ്രശ്നം എനിക്ക് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഈ എമ്മോസിലോട്ട് പോയവരെ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ യെരൂശലേമിലേക്കാണ് ആദ്യം അയക്കുന്നത്. അവിടേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. പത്രോസ് വള്ളവും എടുത്തുകൊണ്ട് തിബരിയ കടലിലേക്ക് വീണ്ടും വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയവനെ അവർ ശിഷ്യന്മാരെ യേശുക്രിസ്തു തിരിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നു. പോയവരെയെല്ലാം തിരിച്ചു ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പം ദൈവം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ജീവിതത്തിൽ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച്, ഭർത്താക്കന്മാരെക്കുറിച്ച്, നമ്മുടെ വേദനകൾ പലതും എല്ലാം നമ്മൾ ചിതറിക്കിടക്കുന്നതിനെ കർത്താവ് എല്ലാം കൊണ്ടുവന്ന് യെരൂശലേമിൽ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഇവിടെ ഇരിക്കെ, ഞാൻ ഇവിടെയാണ് എൻ്റെ ആത്മാവിനെ പകരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക, സംശയിക്കരുത്. എന്നിട്ട് ഒരു ഭൂതം, എപ്പം നമ്മൾ ദൈവത്തെ കണ്ടാൽ ഭൂതമാണെന്ന് ചിന്തിക്കുക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അത്രേ അടുപ്പമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഭർത്താവ് കുറച്ച് നാൾ പോയച്ച് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് അല്ലെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എവിടെയോ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നിട്ട് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ തന്നെ ഞാൻ ഭൂതമാണ് അല്ലെന്ന് തെളിയിക്കാൻ യേശു തന്നെ പറയുന്നു. ഭൂതത്തിന് ശരീരം ഇല്ലല്ലോ, അവർ ഭക്ഷിക്കത്തില്ലല്ലോ. പക്ഷെ ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഭക്ഷണം അവരുടെ കൂടെ കഴിക്കും. എന്തിന്? ടു പ്രൂവ് ദ പോയിന്റ്. എന്ത് കാണിക്കാൻ? ഞാൻ ജീവിച്ചിരിക്കുന്നു ആണ്. കയ്യും കാലും, അതായത് മുറിവേറ്റ കയ്യും കാലും അവരെ കാണിച്ച് ജീവനുണ്ടെന്ന് കാണിക്കുകയാണ്. അടുത്ത ഭാഗം, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ തിരുവെഴുത്തുകളിലെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് അത് ജീവവൃക്ഷമായിട്ട് വളരണമെങ്കിൽ കർത്താവ് കണ്ണു തുറക്കണം, ഹൃദയം തുറക്കണം. വചനം എന്തിനാ എപ്പോഴും കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, വചനം വായിക്കുന്നവർക്കറിയാം ഈ ഭക്ഷണം കിട്ടിയില്ല ജീവിക്കാനൊക്കത്തില്ല. പക്ഷെ വചനം വായിക്കാത്തവർക്ക് ലോക ഭക്ഷണം കഴിച്ച് വീർത്ത് പഫ് ചെയ്തിട്ട് രോഗമായി ഭാരമായി ഗുളികകളിൽ താമസിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നമ്മളതൊരു ഗമയായിട്ട് പറയുകയാണ്, എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, എനിക്ക് 10 മെഡിസിൻ കഴിക്കണം, ഇന്നതാണ്. ഇതൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. വി ആർ ടു ബി ലിവിങ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ആരോഗ്യമായിട്ട് തന്നെ ജീവിച്ച് ജോലി ചെയ്ത് പൂർത്തീകരിച്ച് ദൈവസന്നിധി തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് ഈ രോഗമായിട്ടും ആർക്കും പ്രയോജനം ഇല്ലാതായിട്ട് നിൽക്കുന്നത്. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതായിരുന്നു ഞാൻ ഈ തോറ മുഴുവനും എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇതൊന്ന് മോശയെ കൊണ്ടുപോലും ഞാൻ പറയിപ്പിച്ച് നിങ്ങളുടെ തലയിൽ എന്താ കയറുക. അത് കഴിഞ്ഞ യേശു പിന്നെ പറയുന്നത്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കും, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി. എവിടെ തുടങ്ങണമെന്ന? യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യെരൂശലേമിലാണിത് തുടങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ബേത്ലഹേമിലാണ് യേശു ഉണ്ടാകുന്നതെന്നും എല്ലാവർക്കും തോറ അറിയാവുന്നവർക്കറിയാം, യഹൂദനൊക്കെ അറിയാം. പക്ഷേ യേശു മുമ്പിൽ വന്നിട്ട് ഇവർ കാണുന്നില്ല. അങ്ങനെയാണോ നമ്മുടെ സ്ഥിതി? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. എന്താണ്? പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പുത്രൻ തമ്പുരാൻ ക്രൂശുമരണം കഴിഞ്ഞ് നമ്മുടെ പാപത്തെ ഏറ്റെടുത്തതിനാൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കണം. ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയേച്ച് നമുക്ക് അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് നോക്കാം. അപ്പസ്തോല പ്രവൃത്തിയിൽ അപ്പം
ചുറ്റും നടന്ന് ചിതറിക്കിടക്കുന്നവരെല്ലാം ഒരിടത്തിപ്പം ദൈവം കൊണ്ടുവന്നു. ക്രിസ്തു കൊണ്ടുവന്നിട്ട് 1:4 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു, അതായത് സ്വർഗാരോഹണം, ഇവിടെ നിന്ന് ശരീരത്തോട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് എന്നേക്കുമായിട്ട് പോകുന്നതിന് മുൻപ് അപ്പസ്തോല പ്രവൃത്തി 1:4. അപ്പസ്തോല പ്രവൃത്തി എഴുതിയത് ലൂക്കോസ് തന്നെയാണ്. കാരണം എൻ്റെ തുടക്കം തെയോഫിലോസെ എന്ന് വിളിച്ചിട്ടാണ് 2 തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എഴുതിയിരിക്കുന്നത് പൗലോസ് തന്നെയാണ്. ഇങ്ങനെ 1:4 ഇങ്ങനെയാണ് എഴുതുന്നത്. ക്രിസ്തു പറയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെ നിർത്താം. അപ്പം കർത്താവ് പറയാണ്, ഞാൻ വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നു തരുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഡേറ്റ് മാത്രമേ ഉള്ളൂ ക്ലിയറായിട്ട് പറയാൻ. നിങ്ങൾ കാത്തിരിക്കെ ഞാനത് ചെയ്തു തരും. കാരണം ഞാൻ പോയാലേ പരിശുദ്ധാത്മ വരാൻ. ഞാൻ പോകുന്നത് ദൈവം നിയോഗിച്ച ദിവസം പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയിട്ട് നല്ല വ്യക്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്ത ഒരു സ്നേഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മക്കളെക്കുറിച്ച് ഭാരപ്പെടും, ഭർത്താവിനെക്കുറിച്ച് അല്ലെ ജോലിയിൽ അല്ലെ വ്യക്തമായിട്ട് അവൻ്റെ കയ്യിൽ ഒരു ഉത്തരമുണ്ട്. ചില സ്ഥലങ്ങൾ വാങ്ങിച്ച് വെച്ച് തലവേദന തന്നെ. അതിനും ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൽ മക്കൾ ഇത് തന്നെ കർത്താവ് വീണ്ടും പറഞ്ഞു, മക്കൾ അലഞ്ഞ് നടക്കുന്നവരെ ഞാനാണ് അവരെ യെരൂശലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. എൻ്റെ അങ്കിക്കകത്ത് പൊതിഞ്ഞ് ഞാൻ അവരെ കൊണ്ടുവരുന്നുണ്ടാണ് നിങ്ങളും കാണാത്തത്. പക്ഷെ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ഞാൻ അവരെ സൂക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ ലൂക്കോസിൽ പറയുന്നതിന് അനന്തരം അവൻ അവരെ ബഥാന്യയോളം ഇപ്പം ബഥാന്യ യെരൂശലേമൊക്കെ വളരെ അടുത്ത സ്ഥലങ്ങളാണ്. ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ദൈവം പുത്രൻ തമ്പുരാൻ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപേ തൻ്റെ ശിഷ്യന്മാരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചിട്ടാണ് പോയത്. എന്ത് സംഭവിച്ചു? അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഇപ്പോൾ ഇവർക്ക് വ്യത്യാസം വന്നു. കാരണം സ്വർഗാരോഹണം കയറി പോകുന്നത്, സ്വർഗത്തിലേക്ക് കയറി മേഘാരൂഢനായിട്ട് മുകളിലേക്ക് പോകുന്നത് ഇവർ നേരിട്ട് കാണുകയാണ്. കാണുന്നതോട് ഇവർക്ക് വലിയ സന്തോഷം. ആര്? യഹൂദാ ജനവും അവിടെയുള്ള പ്രമാണികളും ക്രൂശിച്ച് എന്നേക്കുമായിട്ട് തീർന്നുപോയി എന്ന് വിചാരിച്ച പുത്രൻ തമ്പുരാൻ ഇന്ന് ദേഹരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ മുൻപിലും വന്ന് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം അത് ചെയ്തുള്ളൂ എങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് എന്നും പുതുക്കി അത് കാണാൻ സാധിക്കും. എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ യാചന കേൾക്കാനാണ്. അത് കഴിയുമ്പം ഭർത്താവ് മുകളിലോട്ട് പോയത് എനിക്ക് ഉത്തരം തരാനാണ്. അവൻ തിരിച്ചു വരും. പക്ഷെ അവൻ തിരിച്ചു വരുന്നു, വ്യക്തിപരമായിട്ട് തിരിച്ചു വരും. 2ാം വരവ് അതല്ല. അതിനു മുൻപ് കർത്താവ്, ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവിനോട് ചോദിക്കും, പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തരും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പകർച്ച. ലൂക്കോസിൻ്റെ 24 ഈ വാക്യങ്ങൾ, 24:36 തൊട്ടുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കുക, വെയിറ്റ് ചെയ്യുക. വേദപുസ്തകത്തിൻ്റെ താളുകൾ എടുത്ത് തുറന്ന് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. പല പ്രാവശ്യം 1 മണിക്കൂറെങ്കിലും ഇത്ര ഭാഗം മാത്രം വായിച്ചാൽ അതേ തന്നെ അങ്ങ് ഇരിക്കണം. ഒന്നും കേട്ടില്ലെങ്കിലും കർത്താവ് ഞാൻ അങ്ങ് ഇരിക്കുക, ഞാനിങ്ങനെ സമരം ചെയ്യുന്ന പോലെ നിൻ്റെ മുമ്പിൽ ഇരിക്കുക, നീ ഒന്നും പറഞ്ഞില്ലേ ഞാൻ ഇരിക്കുക. അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കിക്കുക. ഒന്ന് 100 ചിന്തകൾ വരും. അപ്പോഴെല്ലാം വീണ്ടും വീണ്ടും ഇത് വായിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പുത്രൻ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച് അവരെ ബലപ്പെടുത്തിയേച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ദൈവമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ചൊക്കെ ഭയപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ. നിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് പ്രാവ് പോലെ ഇറങ്ങി വരുമ്പം നിന്നെ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ അപ്പച്ചാ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ, ഹൃദയം തുറക്കണമേ. അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കട്ടെ, അടഞ്ഞ കണ്ണുകൾ തുറക്കട്ടെ, അടഞ്ഞ ചെവികൾ തുറക്കട്ടെ അപ്പച്ചാ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ അകത്തെ മനുഷ്യനൊന്ന് പുഷ്ടി വെക്കട്ടെ അപ്പച്ചാ. ഈ പറയുന്ന വാക്യങ്ങൾ മുഴുവനും ആത്മാവിനോട്, അന്തരാത്മാവിനോടാണ് സംസാരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാതെ ഐക്യതയിലും സ്നേഹത്തിലും വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഉള്ളിൽ വന്ന് വസിക്കണം.
ആ ഒലിവ് തൈയിൻ്റെ ഒരു ചെറിയ കമ്പെടുത്തുകൊണ്ട് കർത്താവേ, നോഹയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസാനം ഒന്നിച്ചു കടന്നു വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ കര കാണാൻ സമയമായി എന്ന് പറയുന്നത് പോലെ കഷ്ടത്തിലിരിക്കുന്ന അനേകം മക്കൾക്ക്, അതിനൊരു പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തരമായി. കാരണം ഞാൻ തനികയല്ല, എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സർവ്വവ്യാപിയും സർവശക്തനും തൃത്വത്തിൽ ഒരുവനുമായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവത്തിന് മനസ്സലിവ് തോന്നി പുത്രൻ ഞങ്ങളുടെ പാപങ്ങളെയും ബലഹീനതകളെ ഏറ്റെടുത്തതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ഒരു വഴിയൊരുക്കിയതിന് നന്ദിയോടെ സ്തോത്രം. എത്ര പറഞ്ഞാലും ഇതിൻ്റെ മഹത്വം മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ ദിനംപ്രതിയുള്ള വ്യാധികളും പ്രയാസങ്ങളും കൊണ്ട് നിൻ്റെ മുഖത്തിൻ്റെ തേജസ് കാണാതെ പോകുന്നു. അതാ ഇന്ന് ഞങ്ങളെ വീണ്ടും നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ച് തിരിച്ചു വിളിപ്പിച്ച് അല്പസമയം കാത്തിരിക്കുന്ന ദിവസങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണം. തീഷ്ണമായിട്ട് കാത്തിരിക്കാൻ, മടികൂടാതെ ഇരിക്കാൻ, മെഡിറ്റേറ്റ് ചെയ്ത് നിൻ്റെ വചനം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനത് ചെയ്യുമെന്നുള്ളതിന് ഉറപ്പാണല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങളെ കടന്നു വന്ന് കൈയുയർത്തി എന്ന് അനുഗ്രഹിക്കുന്ന ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും മക്കളെ എവിടെയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അവിടെ എല്ലാ അപ്പച്ചൻ കൈയുയർത്തി അവരെ അനുഗ്രഹിക്കാൻ കടന്നു എന്നിരിക്കുന്നതിന് സ്തോത്രം. നിൻ്റെ അങ്കി, മനോഹരമായ ആ വെള്ള അങ്കി താഴോട്ട് കിടക്കുന്നതിന്മേൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അത് വെട്ടിത്തിളങ്ങുന്ന ആ അങ്കിക്കകത്ത് നീ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.